PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 26/4/2026 നടന്ന CSEB ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേറ്റീവ് ലോയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സുമാണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് CSEB PYQs എന്ന പേരുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിറ്റ്സ് ഓഫ് ദ ബോർഡ് മീറ്റിംഗ് ഷാൽ ബി സൈൻഡ് ബൈ. ദ മിനിറ്റ്സ് ഓഫ് ദ ബോർഡ് മീറ്റിംഗ് ഷാൽ ബി സൈൻഡ് ബൈ. ഓപ്ഷൻസ്: ദ പ്രസിഡൻറ്റ്, ദ പ്രസിഡൻറ്റ് ആൻഡ് ദ CEO, ദ പ്രസിഡൻറ്റ് ആൻഡ് ഓൾ അതർ members who were present at the meeting, the person who recorded the minutes. ഉത്തരം ഓപ്ഷൻ സി ആണ്. ദ പ്രസിഡൻറ്റ് ആൻഡ് ഓൾ അതർ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഹു വെയർ പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ്. പ്രസിഡൻറ്റും മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിട്ടുണ്ടായിരുന്ന എല്ലാ ബോർഡ് മെമ്പേഴ്സുമാണ് മിനിറ്റ്സിൽ സൈൻ ചെയ്യേണ്ടത്. മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ദ പ്രസിഡൻറ്റ് ഓർ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓർ എനി മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ്. മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവോ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ബോർഡിലെ ഏതെങ്കിലും ഒരു മെമ്പറോ ആണ്. എന്നാൽ മിനിറ്റ്സ് സൈൻ ചെയ്യുന്നത് പ്രസിഡൻറ്റും മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാ ബോർഡ് മെമ്പേഴ്സും ആണ്. മിനിറ്റ്സ് ബുക്ക് മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 29A. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദ മിനിറ്റ്സ് ഓഫ് ദ ബോർഡ് മീറ്റിംഗ് ഷാൽ ബി സൈൻഡ് ബൈ. ഉത്തരം ദ പ്രസിഡൻറ്റ് ആൻഡ് ഓൾ അതർ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഹു വെയർ പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ്. ഫെയിലർ ബൈ എ സൊസൈറ്റി കമ്മിങ് അണ്ടർ ദ ക്ലാസ് 2 ആൻഡ് ക്ലാസ് 3 അക്കോർഡിംഗ് ടു ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് പെർ അപ്പൻഡിക്സ് 3 ഓഫ് ദ KCS റൂൾസ് ടു സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് സർട്ടിഫൈഡ് ബൈ ദി CEO ഷാൽ ബി ലയബിൾ ടു പേ ഫൈൻ ഓഫ് ₹. Failure by a society coming under the class 2 and class 3 according to the financial position as per appendix 3 of the KCS rules to submit quarterly returns on the credit activities certified by the CEO shall be liable to pay fine of ₹. Options: 5,000, 6,000, 8,000, 10,000. അതായത് സബ്മിഷൻ ഓഫ് റിട്ടേൺസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. KCS ആക്ടിൻ്റെ സെക്ഷൻ 66C റൂൾ 33 സബ്മിഷൻ ഓഫ് റിട്ടേൺസ് പറയുന്നത്. വായ്പാ സംഘങ്ങളാണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് സാക്ഷ്യപ്പെടുത്തിയ ക്വാർട്ടർലി റിട്ടേൺസ് കൂടി രജിസ്ട്രാറുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. അതിൽ വീഴ്ച വരുത്തിയാൽ അപ്പൻഡിക്സ് 3 പ്രകാരം ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനിൽ ക്ലാസ് 1 സൊസൈറ്റികൾക്ക് 10,000 രൂപ ഫൈനും 2 and 3 സൊസൈറ്റികൾക്ക് 8,000, 4 and 5 സൊസൈറ്റികൾക്ക് 6,000, ബാക്കി മറ്റ് സൊസൈറ്റികൾക്ക് 5,000 ഫൈൻ വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 2 and 3 സൊസൈറ്റീസിൻ്റെ ഫൈനാണ്, അത് 8,000 ആണ്. അപ്പം ഫൈൻ നോട്ട് എക്സീഡിങ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് ഉത്തരം 10,000 ആണ്. 10,000 കൂടാത്ത ഫൈൻ ഈടാക്കും എന്നാണ് സെക്ഷൻ 66C സബ്സെക്ഷൻ 2 പറയുന്നത്. റൂൾ 33 അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചുള്ള ഫൈൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്ലാസ് 1 സൊസൈറ്റികൾക്ക് 10,000, 2 and 3 സൊസൈറ്റികൾക്ക് 8,000, 4 and 5 സൊസൈറ്റികൾക്ക് 6,000, മറ്റ് സൊസൈറ്റികൾക്ക് 5,000. അടുത്ത ചോദ്യം, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കേരള ബാങ്ക് ഷാൽ കൺസിസ്റ്റ് ഓഫ് 21 മെമ്പേഴ്സ് ഓഫ് വിച്ച് ഡാഷ് മെമ്പേഴ്സ് ഷാൽ ബി ഇലക്റ്റഡ് ബൈ A ക്ലാസ് മെമ്പേഴ്സ് ഓഫ് ദ ബാങ്ക്. The board of directors of the Kerala Bank shall consist of 21 members, of which dash members shall be elected by A-class members of the bank. Options: 13, 14, 15, 19. കേരള ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മാക്സിമം 21 മെമ്പേഴ്സ് ആണുള്ളത്. അതിൽ 15 മെമ്പേഴ്സ് A-class മെമ്പേഴ്സാണ്. അതായത് A-class മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുമാണ്. ഈ A-class മെമ്പേഴ്സിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള 15 ആൾക്കാരാണ് കേരള ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉള്ളത്. അപ്പോൾ 21-ൽ 15 A-class മെമ്പേഴ്സാണ്. ഈ 15-ൽ 14 പേർ പാക്സിൻ്റെ ഓരോ ജില്ലയിൽ നിന്നുള്ള
പാക്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും ഒരാൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രതിനിധിയുമാണ്. 21-ൽ 15 പോയി. 2 പേര് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 2 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. ബാക്കിയുള്ള 4 പേര് എക്സ് ഒഫീഷ്യോ ഡയറക്ടേഴ്സാണ്. ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിൽ വരുന്നത് രജിസ്ട്രാർ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി, സെക്രട്ടറി ഓഫ് ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ ബാങ്ക്, റീജിയണൽ മാനേജർ ഓഫ് നബാർഡ്. അങ്ങനെ ടോട്ടൽ 21 മെമ്പേഴ്സാണ് കേരള ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്നത്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നും ഒരു ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന അംഗങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ നോട്ട് എക്സീഡിങ് 12 ആണ്. ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൽ നോട്ട് എക്സീഡിങ് 12ഉം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നോട്ട് എക്സീഡിങ് 21ഉം ആണ്. അടുത്തത്, ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൽ കോൾ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് എ റിക്വസിഷൻ ഇൻ റൈറ്റിംഗ് ഫ്രം ദ രജിസ്ട്രാർ. The committee of a society shall call a special general body meeting within dash from the date of receipt of a requisition in writing from the registrar. രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിനുള്ള റിക്വസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ കമ്മിറ്റി അത് എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം? അതാണ് ചോദ്യം. ഓപ്ഷൻസ് 15 days, 1 month, 45 days, 2 months. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1 month. ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൽ കോൾ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് എ റിക്വസിഷൻ ഇൻ റൈറ്റിംഗ് ഫ്രം ദ രജിസ്ട്രാർ. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 30-ലും റൂൾ 36-ലുമാണ്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ കോറം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 1/5 ആണ്. An ex officio member on the committee of a society shall not have the right to vote dash. An ex officio member on the committee of a society shall not have a right to vote dash. Options: election of office bearers, removal of office bearers, in the affairs of the society, election and removal of office bearers. ഒരു കമ്മിറ്റിയിലെ എക്സ് ഒഫീഷ്യോ മെമ്പർക്ക് ഓഫീസ് ബെറേഴ്സിൻ്റെ ഇലക്ഷൻ ആൻഡ് റിമൂവലിനുള്ള വോട്ട് ചെയ്യാൻ അധികാരമില്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓൺ ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൽ നോട്ട് ഹാവ് റൈറ്റ് ടു വോട്ട് ഇലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് ഓഫീസ് ബെറേഴ്സ്. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൽ നോട്ട് ബി ലെസ് ദാൻ ഡാഷ്. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൽ നോട്ട് ബി ലെസ് ദാൻ ഡാഷ്. ഓപ്ഷൻ 7, 9, 11, 15. ഒരു കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര എണ്ണത്തിൽ താഴെ ആവരുത്? അതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, 7. ഒരു മാനേജിംഗ് കമ്മിറ്റിയിലെ മിനിമം അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 7ഉം മാക്സിമം 15ഉമാണ്. അത് പ്രൈമറി സൊസൈറ്റിയുടെ കേസിലാണ് മാക്സിമം 15 വരുന്നത്. മറ്റ് സൊസൈറ്റികളുടെ കേസിലാണെങ്കിൽ മാക്സിമം 21ആണ്. മിനിമം ഏത് കേസിലും 7 ആണ്. അപ്പോൾ 7ൽ കുറയാൻ പാടില്ല, മിനിമം 7 ഉണ്ടാവണം. പ്രൈമറി സൊസൈറ്റീസിൻ്റെ കേസിൽ മാക്സിമം 15ഉം മറ്റ് സൊസൈറ്റികളുടെ കേസിൽ മാക്സിമം 21ആണ്. മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം പ്രൈമറി സൊസൈറ്റികളിൽ 7 to 15 ആണ്, മറ്റ് സൊസൈറ്റികളിൽ 7 to 21. മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി 5 വർഷമാണ്. ഇവരുടെ ടേം ഓഫ് ഓഫീസ് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷനാണ്. ഇലക്ഷൻ നടന്ന അന്ന് മുതൽ 5 വർഷമാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി. ഹൗ മെനി അപ്പെക്സ് ആൻഡ് ഫെഡറൽ സൊസൈറ്റീസ് ആർ ദെയർ ഇൻ ഷെഡ്യൂൾ 1 ഇൻ വിച്ച് അപ്പോയിൻമെൻറ്റ് ഷാൽ ബി മെയ്ഡ് ഫ്രം ദ സെലക്ട് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫർണിഷ്ഡ് ബൈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ? How many apex and federal societies are there in Schedule 1 in which appointments shall be made from the select list of candidates furnished by KPSC? Options 29, 15, 17, 19. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് KCS ആക്ടിന് 3 ഷെഡ്യൂളുകളുണ്ട്. ഷെഡ്യൂൾ 1 പറയുന്നത് PSC അപ്പോയിൻമെൻറ്റ് നടത്തുന്ന അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസിൻ്റെ ലിസ്റ്റാണ് ഷെഡ്യൂൾ 1 ഉൾപ്പെടുന്നത്. ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഷെഡ്യൂൾ
3 എന്ന് പറയുന്നത് ടൈം ലിമിറ്റാണ്. സെക്ഷൻ 69(4) പ്രകാരമുള്ള ടൈം ലിമിറ്റാണ് ഷെഡ്യൂൾ 3യിൽ പറയുന്നത്. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഷെഡ്യൂൾ 1ൽ എത്ര അപ്പെക്സ് ആൻഡ് ഫെഡറൽ സൊസൈറ്റീസ് ഉണ്ട്, അതായത് PSC നിയമനം നടത്തുന്ന എത്ര അപ്പെക്സ് ആൻഡ് ഫെഡറൽ സൊസൈറ്റീസ് ആണ് ഷെഡ്യൂൾ 1ൽ ഉൾപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 19. KCS ആക്ടിൻ്റെ 3 ഷെഡ്യൂളുകൾ പോലെ തന്നെ KCS റൂൾസിന് 3 അപ്പൻഡിക്സ് ഉണ്ട്. അപ്പൻഡിക്സ് 1ൽ പറയുന്നത് രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻ ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റേഴ്സാണ് അപ്പൻഡിക്സ് 1ൽ പറയുന്നത്. അപ്പൻഡിക്സ് 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോംസ്, അതായത് KCS റൂൾസിൽ പറഞ്ഞിരിക്കുന്ന 39 ടൈപ്പ് ഫോംസ് ഉണ്ട്, അതാണ് അപ്പൻഡിക്സ് 2ൽ പറയുന്നത്. അപ്പൻഡിക്സ് 3ൽ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റാഫ് പാറ്റേൺ ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സഹകരണ സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷനാണ് അപ്പൻഡിക്സ് 3ൽ പറയുന്നത്. അപ്പോൾ ചോദ്യം ഇവിടെ ഇതാണ്, ഷെഡ്യൂൾ 1ൽ എത്ര അപ്പെക്സ് ആൻഡ് ഫെഡറൽ സൊസൈറ്റീസ് ഉൾപ്പെടുന്നു? ഉത്തരം 19 ആണ്. അടുത്ത ചോദ്യം, നോ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഷാൽ ബി ദ പ്രസിഡന്റ് ഓഫ് ഡാഷ്. നോ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഷാൽ ബി ദ പ്രസിഡന്റ് ഓഫ് ഡാഷ്. ഓപ്ഷൻസ്: മോർ ദാൻ 1 സൊസൈറ്റി ഓഫ് സെയിം ടൈപ്പ്, മോർ ദാൻ 2 സൊസൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്, എ ഓർ ബി, എ ആൻഡ് ബി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എ ആൻഡ് ബി. ഒരേ തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ സൊസൈറ്റിയിലോ പലതരത്തിലുള്ള 2ൽ കൂടുതൽ സൊസൈറ്റിയിലോ മെമ്പർഷിപ്പ് കൊടുക്കില്ല. എ സൊസൈറ്റി ഷാൽ ഔട്ട് ഓഫ് ഇറ്റ്സ് നെറ്റ് പ്രോഫിറ്റ് ഇൻ എനി ഇയർ ട്രാൻസ്ഫർ ആൻ എമൗണ്ട് ഡാഷ് പെർസെൻറ്റേജ് ടു ദ റിസർവ് ഫണ്ട്. എ സൊസൈറ്റി ഷാൽ ഔട്ട് ഓഫ് ഇറ്റ്സ് നെറ്റ് പ്രോഫിറ്റ് ഇൻ എനി ഇയർ ട്രാൻസ്ഫർ ആൻ എമൗണ്ട് ഡാഷ് പെർസെൻറ്റേജ് ടു ദ റിസർവ് ഫണ്ട്. ഓപ്ഷൻസ്: not less than 15, 20, 25, not more than 15. അതായത് സൊസൈറ്റി നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനമാണ് റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, നോട്ട് ലെസ് ദാൻ 15. 15% കുറയാത്ത എമൗണ്ടാണ്, നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത എമൗണ്ടാണ് സൊസൈറ്റികൾ റിസർവ് ഫണ്ടിലേക്ക് നീക്കി വെക്കേണ്ടത്. സെക്ഷൻ 56(1)(a)യിലാണ് ഇത് പറയുന്നത്. സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. 56(1)(a)യിൽ പറയുന്നത് റിസർവ് ഫണ്ടിലേക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത എമൗണ്ട് നീക്കി വെക്കണം എന്നാണ്. 56(1)(b)യിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അത് നെറ്റ് പ്രോഫിറ്റിൻ്റെ നോട്ട് മോർ ദാൻ 5% ആണ്. 56(1)(c)യിൽ മെമ്പർ റിലീഫ് ഫണ്ടിനെ കുറിച്ച് പറയുന്നു. അത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% നീക്കി വെക്കേണ്ടത്. 56(1)(d)യിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ച് പറയുന്നു. അത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% നീക്കി വെക്കേണ്ടത്. അപ്പം ഇതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് മാറ്റി വച്ചതിന് ശേഷം ഉള്ള ബാലൻസ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ്, ബോണസ് അതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം റിസർവ് ഫണ്ടിലേക്ക് എത്ര പെർസെൻറ്റേജ് മാറ്റി വെക്കണം എന്നാണ്. ഉത്തരം നോട്ട് ലെസ് ദാൻ 15%. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് വിൽ നോട്ട് കം അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. വിച്ച് ഓഫ് ദ ഫോളോവിങ് വിൽ നോട്ട് കം അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഓപ്ഷൻസ്: സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ ബാങ്ക്, റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്. പാക്സ് അല്ലെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഡെഫിനിഷനിൽ ഉൾപ്പെടാത്തത് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? അതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്. പാക്സിൻ്റെ ഡെഫിനിഷനിൽ വരുന്നത് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് റൂറൽ ബാങ്ക്സ് ആണ്. The minimum share capital to be collected for the registration of a non-credit society is. The minimum share capital to be collected for the registration of a non-credit society is. Options: rupees 1 lakh, rupees 1 lakh and 50,000, rupees 2 lakhs, rupees 2 lakhs and 50,000. Non-credit society രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ട മിനിമം ഷെയർ ക്യാപിറ്റൽ എത്രയാണ്?
ഉത്തരം ഓപ്ഷൻ എ ആണ്, ₹1,00,000. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. വായ്പാ സംഘങ്ങൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മിനിമം ഷെയർ ക്യാപിറ്റൽ വേണ്ടത് 2,50,000 രൂപയും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ 1,00,000 രൂപയുമാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ദ മിനിമം ഷെയർ ക്യാപിറ്റൽ ടു ബി കളക്റ്റഡ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ₹1,00,000. When an Apex society rejects an application for affiliation, the aggrieved society may file an appeal before the registrar against such rejection within dash from the date of receipt of the order of rejection. When an Apex society rejects an application for affiliation, the aggrieved society may file an appeal before the registrar against such rejection within dash from the date of receipt of the order of rejection. Options 15 days, 30 days, 45 days, 60 days. അതായത് അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ നിരസിച്ചാൽ, റിജക്റ്റ് ചെയ്താൽ അഗ്രീവ്ഡ് സൊസൈറ്റി എത്ര ദിവസത്തിനുള്ളിലാണ് അപ്പീൽ കൊടുക്കേണ്ടത്? ഇതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 30 days. 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കേണ്ട ഒരു കേസ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അത് അഫിലിയേഷൻ്റെ കേസാണ്. അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്താൽ അഗ്രീവ്ഡ് സൊസൈറ്റി അപ്പീൽ കൊടുക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. അപ്പോൾ അഫിലിയേഷൻ റിജക്റ്റ് ചെയ്താൽ മാത്രമാണ് 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കേണ്ടത്. സാധാരണ അപ്പീൽ കൊടുക്കുന്നത് 60 ദിവസത്തിനുള്ളിലാണ്. No person shall be admitted as a member of a youth cooperative society if he has dash. No person shall be admitted as a member of a youth cooperative society if he has dash. Options: attained the age of 40 years, not attained the age of 40 years, attained the age of 45 years, not attained the age of 45 years. എത്ര വയസ്സ് കഴിഞ്ഞാൽ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ അഡ്മിഷൻ കൊടുക്കരുത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, അറ്റൈൻഡ് ദ ഏജ് ഓഫ് 45 years. 45 വയസ്സ് കഴിഞ്ഞാൽ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ അഡ്മിഷൻ കൊടുക്കരുത്. ഓൾറെഡി ഉള്ള ഒരു മെമ്പറാണെങ്കിൽ അയാൾക്ക് 45 വയസ്സ് ആകുന്ന സമയത്ത് അയാൾ അസോസിയേറ്റ് മെമ്പർ അല്ലെങ്കിൽ നോമിനൽ മെമ്പറായി മാറും. അപ്പോൾ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കുള്ള മെമ്പർഷിപ്പിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 years ആണ്. എ കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ എക്സ്പെല്ലിംഗ് എ മെമ്പർ ഷാൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ മെമ്പർ വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ് ദ റെസൊല്യൂഷൻ. A copy of the resolution expelling a member shall be communicated to the member within a period of dash from the date of passing the resolution. Options: 15 days, 30 days, 1 month, 45 days. ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യുന്നതിനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ അത് ആ കൺസേൺ മെമ്പറെ എത്ര ദിവസത്തിനുള്ളിലാണ് അറിയിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 15 days. ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യുന്നതിനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ അത് റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ആ മെമ്പറെ ആ കാര്യം അറിയിക്കണം. എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് പറയുന്നത് സെക്ഷൻ 17 റൂൾ 18 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർത്ത് 2/3 മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കിയാണ് ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യുന്നതിനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ ആ റെസൊല്യൂഷൻ്റെ കോപ്പി 15 ദിവസത്തിനുള്ളിൽ ആ മെമ്പർക്ക് അയച്ചു കൊടുക്കണം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഷാൽ നോട്ട് കീപ്പ് ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ് ഫ്രീ ഓഫ് ചാർജ് അറ്റ് ദ രജിസ്റ്റേർഡ് അഡ്രസ് ഓഫ് ദ സൊസൈറ്റി? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഷാൽ നോട്ട് കീപ്പ് ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ് ഫ്രീ ഓഫ് ചാർജ് അറ്റ് ദ രജിസ്റ്റേർഡ് അഡ്രസ് ഓഫ് ദ സൊസൈറ്റി? ഓപ്ഷൻസ്: an up-to-date copy of the KCS Act, an up-to-date copy of the KCS rules, register of members, latest audited profit and loss account of the society. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് മെമ്പേഴ്സിൻ്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഹാജരാക്കേണ്ടാത്തത്, ഇൻസ്പെക്ഷന് അവൈലബിൾ ആക്കേണ്ടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലേറ്റസ്റ്റ് ഓഡിറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദ സൊസൈറ്റി. മെമ്പേഴ്സ് റൈറ്റ് ടു ഇൻസ്പെക്ട് ദ അക്കൗണ്ട്സ് ഇൻ ദ സൊസൈറ്റി പറയുന്ന റൂളാണ് റൂൾ 25.
Rule 25 deals with the members' right to inspect the accounts in the society. ലേറ്റസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്, അതുപോലെ KCS ആക്ട്, KCS റൂൾസ്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, ഇതെല്ലാം മെമ്പർക്ക് ഇൻസ്പെക്റ്റ് ചെയ്യാം. എന്നാൽ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവർക്ക് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കേണ്ടതില്ല. 26/4/2026 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേറ്റീവ് ലോയുടെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.